പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ നേതാവിനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. പ്രദേശവാസിയായ രാജുവാണ് പിടിയിലായത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 4 മുഖ്യപ്രതി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി രാകേഷ് ഇപ്പോഴും ഒളിവിലാണ്. മർദ്ദനത്തിനിരയായ വിനേഷ് വാണിയംകുളത്തെ ഒരു ബാറിൽ ഉണ്ടെന്ന വിവരം പ്രതികളെ അറിയിച്ചത് രാജുവാണെന്നാണ് പോലീസ് കണ്ടെത്തൽ. വിനേഷിന്റെ ഫോട്ടോ സഹിതം രാജു നിലവിൽ റിമാൻഡിലുള്ള ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം ഹാരിസിന് അയക്കുകയായിരുന്നു. രാജുവിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഗൂഢാലോചനയിൽ രാജുവിന് പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. രാജുവിന് പാർട്ടിയുമായി ബന്ധമില്ലെന്നും അനുഭാവി മാത്രമാണെന്നും പോലീസ് വ്യക്തമാക്കി. ഇയാൾ കസ്റ്റഡിയിൽ തുടരുകയാണ്. അതേസമയം സംഭവത്തിൽ മുഖ്യപ്രതി രാകേഷ് ഇപ്പോഴും ഒളിവിലാണ്. ഇയാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ആക്രമണത്തിനിരയായ പനയൂർ സ്വദേശി വിനേഷിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർത്തേക്കും. സംഭവത്തിൽ സി രാകേഷ്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഹാരിസ്, കൂനത്തൂർ മേഖലാ ഭാരവാഹികളായ സുർജിത്ത്, കിരൺ എന്നിവരെ പാർട്ടിയിൽ നിന്നും CPIM ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.